അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ കെ.എം. അഹമ്മദിന്റെ മൃതദേഹം വൻ ജലാവലിയുടെ സാന്നിധ്യത്തിൽ കാസർകോട്ടെ തളങ്കര മാലിക് ദിനാർ പള്ളിയിൽ ഖബറടക്കി. വ്യാഴാഴ്ച അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഉത്തരദേശം പത്രാധിപരുമായ കെ.എം. അഹമ്മദിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തളങ്കര മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ ഖബറടക്കി. വ്യാഴാഴ്ച വൈകിട്ട് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മംഗലാപുരം എ.ജെ. ആശുപത്രിയിലാണ് കെ.എം. അഹമ്മദ് അന്തരിച്ചത്. മൃതദേഹം വൈകിട്ട് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ഒ. രാജഗോപാൽ, പി. കരുണാകരൻ എം പി, എം.എൽ.എമാരായ സി.ടി. അഹമ്മദ് അലി, സി.എച്ച്. കുഞ്ഞമ്പു, കെ. കുഞ്ഞിരാമൻ, പള്ളിപ്പുറം ബാലൻ, കെ.വി. കുഞ്ഞിരാമൻ, ജില്ലാ കളക്ടർ ആനന്ദ് സിംഗ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാമളാദേവി എന്നിവർ റീത്ത് സമർപ്പിച്ചു. രാത്രിയോടെ സ്വവസതിയായ വിദ്യാനഗർ അണങ്കൂരിലെ ഹരിതത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഇവിടെയും കെ.എം. അഹമ്മദിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് മൃതദേഹം കുളിപ്പിക്കാനെടുത്തു. 11 മണിയോടെ വിലാപയാത്രയായി മാലിക് ദിനാർ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. ജനാസ നമസ്കാരത്തിന് ശേഷം ചെമ്പരിക്ക മംഗലാപുരം ഖാസി താക്ക അഹമ്മദ് മൗലവി നേതൃത്വം നൽകി. പിന്നീട് മാലിക് ദിനാർ ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. 4 പതിറ്റാണ്ടുകാലം മാതൃഭൂമി ലേഖകനായി പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന കെ.എം. അഹമ്മദ് മരിക്കുമ്പോൾ ഉത്തരദേശം പത്രാധിപരായിരുന്നു. കാസർഗോഡ് ജില്ലയുടെ രൂപീകരണത്തിന് വേണ്ടി ഇദ്ദേഹം പോരാടി. ജില്ലയുടെ വികസന മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ കെ.എം. അഹമ്മദ് സാഹിത്യവേദിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായ കെ.എം. അഹമ്മദാണ് പ്രസ് ക്ലബ് കെട്ടിടമുണ്ടാക്കാൻ മുൻകൈ എടുത്തത്. മഹാകവി പി. സ്മാരക ട്രസ്റ്റ് ട്രഷറർ, രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരക സമിതി മെമ്പർ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക സമിതി അംഗം, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എക്സിക്യൂട്ടീവ് അംഗം, കാസർഗോഡ് ജില്ലാ ചരിത്രരചനാ സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപക അംഗമായിരുന്നു. 1974 കാസർഗോഡ് നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്ത് 34ാം സമ്മേളനത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം. കേരള സർക്കാരിൻ്റെ ജേർണലിസ്റ്റ് ഹൗസിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. 1997 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഉത്തര കേരളത്തിലെ സ്വതന്ത്ര സമര മുന്നേറ്റം എന്ന പരമ്പരയ്ക്ക് നെഹ്റു പീസ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. 1998 മികച്ച പത്രലേഖകനുള്ള സി.എച്ച്. മുഹമ്മദ് കോയ മെമ്മോറിയൽ അവാർഡും ലഭിച്ചു. 2002 കോട്ടയം സാഹിത്യ സാംസ്കാരിക സമിതിയുടെ അക്ഷരശ്രീ അവാർഡ് ലഭിച്ചു. അതേ വർഷം തന്നെ ദുബായ് മലബാർ സാംസ്കാരിക വേദി അവാർഡിനും അർഹനായി. മികച്ച പ്രഭാഷകൻ കൂടിയായ ഇദ്ദേഹം കേരളത്തിലെ 2 തലമുറയിലെ സാഹിത്യകാരന്മാരുമായി ഏറെ ബന്ധം പുലർത്തിയിരുന്നു. മഹാകവി പി. കുഞ്ഞിരാമൻ നായർക്കൊപ്പവും ടി. ഉബൈദിനോടൊപ്പവും പ്രവർത്തിച്ച് പരിചയമുള്ള ഇദ്ദേഹത്തിന് ആ ഊർജം തൻ്റെ എഴുത്തിലേക്കും പത്രപ്രവർത്തനത്തിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഓർമ്മയിലേക്കൊരു കിളിവാതിൽ എന്ന പുസ്തകം കെ.എം. അഹമ്മദ് എഴുതിയിട്ടുണ്ട്. വി.എം. സുഹറയാണ് ഭാര്യ. മക്കൾ മുജീബ് അഹമ്മദ്, ഷമീമ അഷ്റഫ്.